ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസു അങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അതെല്ലാം ഇൻസുവിന്റെ തെറ്റിദ്ധാരണയാണെന്ന് ജെൻസൺ പറയും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ റിലേഷൻഷിപ്പിലായിട്ടും ഒറ്റപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുന്നത്? എവിടെയാണെന്ന് ചോദിക്കുമ്പോഴോ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പോഴോ ഇയാൾ ഒരിക്കലും സത്യസന്ധമായിട്ട് അതിന് മറുപടി പറയാറില്ല. എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ഒളിക്കുകയാണ് ചെയ്യുന്നത്. ഇയാളുടെ ലൈഫിൽ ഞാനൊരു ഭാഗമല്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് ഇൻസു കരയും. എനിക്ക് ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണെന്നാണ് ജെൻസൺ അതിന് മറുപടി പറയുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അച്ഛനും അമ്മയ്ക്കും യുൻസുവിനെ കിട്ടിയതെന്നും അവളെ അനിയത്തിയും അമ്മയും അച്ഛനും നല്ലതുപോലെ സ്നേഹിച്ചാണ് വളർത്തിയതെന്നും രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആവണമെന്ന് അച്ഛനും അമ്മയ്ക്കും നിർബന്ധം ഉണ്ടായിരുന്നു എന്നെല്ലാം യുൻസു ഷെയർ ചെയ്യും. പക്ഷെ അന്നേരം ജെൻസൺ മനസ്സിൽ വിചാരിക്കുന്നത്, എന്നെ പ്രഗ്നന്റ് ആയതുകൊണ്ടാണ് അച്ഛനും അമ്മയ്ക്കും കല്യാണം കഴിക്കേണ്ടി വന്നതെന്ന് ഞാൻ എങ്ങനെയാണ് യുൻസുവിൻ്റെ അടുത്ത് പറയുന്നതെന്നാണ്. ഫാമിലിയെ പറ്റി അവൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടും ജെൻസൺ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, വെറുതെ എല്ലാം മുകളിൽ കേൾക്കുക മാത്രമാണെന്ന് യുൻസു ശ്രദ്ധിക്കുന്നുണ്ട്. 6 മാസത്തേക്കും കൂടി റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എത്ര ചെലവ് വരും എന്നൊക്കെ ബൂജൂണും ജെൻസണും കൂടി ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ബൂജൂണിന് ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട്, അവന്റെ ഫാമിലി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. പക്ഷെ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഷെഫാകാൻ തീരുമാനിച്ചതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയേക്കുകയാണ്. ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ജെൻസൺ ഡാനിയലിനെ ചെന്ന് കാണും. ജംഗു ഓരോ പ്രാവശ്യവും എത്ര രൂപയാണ് തന്നതെന്ന് ചോദിക്കും. കണക്കെല്ലാം ഡാനിയലിന്റെ കയ്യിലുണ്ടായിരുന്നു. ഇതെല്ലാം ഗിഫ്റ്റായിട്ട് തന്നതാണ്, അതുകൊണ്ട് തിരിച്ചു കൊടുക്കണ്ടെന്ന് ഡാനിയൽ പറയും. അവിടുന്ന് അവൻ അമ്മയാണ് കാണാൻ വരുന്നത്. എന്നാൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ജംഗുവിനെ ചെന്ന് കണ്ട് നിർബന്ധിച്ചത് കൊണ്ടാണ് ഓരോ പ്രാവശ്യം എക്സിബിഷന് വേണ്ടിയിട്ട് പൈസ മുടക്കിയതെന്ന് അവന് മനസ്സിലാവും. അവൻ കൊടുക്കാത്തത് കൊണ്ടാണ് ജംഗുവിന്റെ അടുത്ത് ചോദിക്കേണ്ടി വന്നതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരു മാസം എത്ര രൂപയാണ് വേണ്ടതെന്ന് അവൻ ചോദിക്കും. രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് കണക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ജെൻസൺ ജംഗുവിനെ കാണാനായിട്ട് ചെല്ലും. എനിക്ക് എല്ലാം കൂടി ഒന്നിച്ച് തന്നു തീർക്കാനായിട്ട് പറ്റത്തില്ല, പക്ഷെ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് തന്നിട്ട് ഞാൻ തരാനുള്ള പൈസയെല്ലാം തിരിച്ചു തരാമെന്ന് പറയും. ഞാൻ നിന്നെ കാണാനായിട്ട് വരുവാണെന്ന് പറഞ്ഞിട്ട് ജെൻസൺ അന്നേരം അച്ഛന്റെ കോള് വരും. അതേ സമയത്ത് തന്നെയാണ് ഇന്റർവ്യൂ ചെയ്യാൻ വരട്ടെ എന്ന് ചോദിച്ചിട്ട് യുൻസു അവന് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് വേറെ ചില ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഗുഡ്സൂപ്പിലേക്ക് തന്നെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും. ആ സ്ഥലം വെച്ചിട്ട് എന്തിനാണ് നീ ലോൺ എടുത്തതെന്ന് ചോദിക്കാനാണ് അച്ഛൻ വരുന്നത്. അത് എന്റെ സ്ഥലമാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അച്ഛൻ എന്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. ആ സ്ഥലം കൊടുക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് ഇപ്പൊ എന്റെ ലൈഫിൽ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നതെന്ന് അവൻ തിരിച്ചു ചോദിക്കും. ഞാൻ നിന്റെ അച്ഛനാണ്, എനിക്ക് ഇൻട്രസ്റ്റ് കാണിക്കാനായിട്ട് പാടില്ലേ? അന്ന് ഞങ്ങളുടെ ഡിവോഴ്സ് നടന്നപ്പോൾ നീ എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവത്തില്ലായിരുന്നു. ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചാൽ മതിയായിരുന്നു. ഒരു ഷെഫ് ആയതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത്. നിന്റെ അമ്മയാണ് നിന്നെ ഇല്ലാതാക്കിയത്. മാഗസീനിൽ ആർട്ടിക്കിളൊക്കെ വന്നപ്പോൾ നല്ല രീതിക്ക് നിന്റെ ലൈഫ് പോവുകയാണെന്ന് ഞാൻ വിചാരിച്ചു, അതൊക്കെ വെറും ഷോ ആണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കുറെ ദേഷ്യപ്പെടും. അന്നത്തെ പ്രായത്തിൽ നിങ്ങൾ ഒരാളെ ചൂസ് ചെയ്യേണ്ടി വരുന്നത് എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അമ്മ വീക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അമ്മയെ ചൂസ് ചെയ്തത്. നിങ്ങൾ അമ്മയെ എപ്പോഴും ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് എനിക്ക് പേടിയായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഞാൻ വരാതിരുന്നത്. പക്ഷെ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എന്നെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ? എന്നെ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ ഫ്രാൻസിലേക്ക് പോയതിനു ശേഷം എത്ര പ്രാവശ്യം നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ എന്നെ തന്നെ അതുകൊണ്ട് വെറുത്തിട്ടുണ്ട് ആ സമയത്ത്. ഇപ്പൊ എന്തിനാണ് നിങ്ങൾ ഇത്രയും കാലം എന്റെ ലൈഫിൽ ഇല്ലാതിരുന്നിട്ട് എന്റെ ലൈഫിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ജംഗ്ഷനും തിരിച്ച് ദേഷ്യപ്പെടും. അതൊന്നും അച്ഛന് മറുപടി ഇല്ല, അതുകൊണ്ട് അച്ഛൻ ഒന്നും മിണ്ടാതെയാണ് അവിടുന്ന് പോകുന്നത്. ജിൻസു അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോഴാണ് ജംഗ്ഷന്റെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ അത് അവന്റെ അച്ഛനാണെന്ന് അവർക്ക് അറിയത്തില്ല. ജിൻസു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴത്തേക്കിനും അവൻ കിച്ചണിലെ ഓരോ കാര്യങ്ങളും കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അവന്റെ അമ്മയാണ് ഷെഫ് ആകാനായിട്ട് ഇൻസ്പയർ ചെയ്തത്. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും, ബേക്ക് ചെയ്യും, എല്ലാം ചെയ്യുമായിരുന്നു എന്ന് അവൻ പറയും. അവൻ പെട്ടെന്ന് എടുത്ത ഡിസിഷൻ ആയിരുന്നു ഷെഫ് ആകുക എന്നുള്ളതെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് തെറ്റല്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ടേ. അമ്മ ഒരു ദിവസം വരാൻ ഒരുപാട് ലേറ്റ് ആയി. അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കുക്ക് ചെയ്ത് കഴിച്ചത്, അന്നാണ് ഞാൻ ഷെഫ് ആകാൻ തീരുമാനിച്ചതെന്ന് അവൻ പറയും. അച്ഛൻ എതിർപ്പില്ലായിരുന്നോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അച്ഛൻ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വിഷയം മാറ്റാനായിട്ട് ശ്രമിക്കുന്നത് യുൻസുവിന് മനസ്സിലാവും. ഒരു റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുക, റെഗുലർ ആയിട്ട് കസ്റ്റമേഴ്സ് വരിക എന്നുള്ളതാണ്. അതിലും ബുദ്ധിമുട്ടുള്ള കാര്യം കറക്റ്റ് സമയത്ത് അവിടെ എംപ്ലോയീസിനൊക്കെ സാലറി കൊടുക്കുക എന്നുള്ളതാണെന്ന് അവൻ പറയും. ഈ മാസത്തെ സാലറി കൊടുത്തോ, അതെങ്ങനെയാണ് കൊടുത്തതെന്ന് അവൾ ചോദിക്കുമ്പോൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അതുവഴിയാണ് കൊടുത്തതെന്ന് അവൻ സമ്മതിക്കും. എനിക്ക് ഇയാളെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ട്, ഇയാളുടെ ലൈഫിനെ പറ്റി അറിയണമെന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എൻ്റെ ക്യാരക്ടറിന് അത്
സഹായകരമാവുമെന്ന് അവൾ പറയുമ്പോൾ തന്നെ അവൻ അണീസിനെസ് കാണിക്കും. അമ്മയെക്കുറിച്ച് വീണ്ടും സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അമ്മയെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് അവൻ ഓപ്പൺ ആയിട്ട് പറയും. എനിക്ക് ഇയാളുടെ ലൈഫിൽ യാതൊരു സ്ഥാനവും ഇല്ലേ, എന്നാണ് എന്നെ ഇയാളുടെ ലൈഫിലേക്ക് ഇയാളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, എന്നെ ഇയാളുടെ ലൈഫിന്റെ പാർട്ടാക്കാൻ പോകുന്നത് എന്നാണെന്നൊക്കെ ചോദിച്ചിട്ട് യുൻസു ദേഷ്യപ്പെടുമ്പോൾ ഓൾറെഡി ഇയാൾ എന്റെ ലൈഫിന്റെ പാർട്ടാണല്ലോ എന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. എനിക്ക് പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാത്തത്? ഇയാൾ ഇയാളുടെ ലൈഫിനെ പറ്റി ഒന്നും എന്നോട് ഷെയർ ചെയ്യുന്നില്ല, ഫാമിലിയെ പറ്റി പറയുന്നില്ല, അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ സംസാരിക്കുന്നില്ല. ഞാൻ ഇയാളുടെ അമ്മയെ കണ്ടപ്പോൾ അമ്മയുടെ ലൈഫിനെ പറ്റി കുറെ കാര്യങ്ങൾ അമ്മ എന്നോട് ഷെയർ ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കിനും വീണ്ടും അവനോട് പറയാതെ അമ്മയെ കാണാൻ പോയി എന്നാണ് അവൻ വിചാരിക്കുന്നത്. അപ്പോൾ അവൻ വീണ്ടും ഇവളുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇയാളുടെ പോലെയുള്ള സാഹചര്യത്തിലല്ല ഞാൻ വളർന്നു വന്നത്. എത്ര മെസ്ഡപ്പ് ആയിരുന്നു എൻ്റെ ലൈഫെന്ന് തനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ സന്തോഷവും സങ്കടവും ഒന്നും ആരുമായിട്ടും ഷെയർ ചെയ്തിട്ടില്ല. ആ സ്വഭാവത്തിനൊക്കെ പെട്ടെന്നൊരു മാറ്റം വരണമെന്ന് ഇയാൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് വെറുതെയാണ്. എനിക്കതിനൊക്കെ സമയം വേണം. എനിക്കതൊക്കെ തുറന്നു പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ പറയുമ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇയാൾക്കത് തുറന്നു പറയാൻ താല്പര്യമില്ല. ഒന്നും തുറന്നു പറയാൻ താല്പര്യമില്ലാത്ത ഒരാളുടെ അടുത്ത് എത്ര സംസാരിച്ചിട്ടും കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിലാണ് യുൻസു അവിടുന്ന് പോകുന്നത്. കാസ്റ്റിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോങ്ങയും ഡയറക്ടറും മിന്നും കൂടി മീറ്റ് ചെയ്യും. ഹോങ്ങയ്ക്കാണെങ്കിൽ ടോപ്പ് ആക്ടേഴ്സിനെ മാത്രം അവളുടെ ഡ്രാമയിൽ കാസ്റ്റ് ചെയ്താൽ മതി. അത് ബുദ്ധിമുട്ടായിരിക്കും. അവർ ഓൾറെഡി വേറെ സ്ക്രിപ്റ്റ്സ് ഒക്കെ വായിക്കുന്നുണ്ട്, ഇയാൾ പുതിയൊരു റൈറ്റർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഞാൻ പുതിയ റൈറ്റർ ആയിരിക്കാം, പക്ഷെ ഇയാൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, ഇവരിൽ പലരും ഇതിനു മുമ്പ് ഇയാളുടെ ഡ്രാമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ അവരെ കൺവിൻസ് ചെയ്യാൻ എന്താണ് ഇത്ര പാടെന്നൊക്കെ ചോദിച്ചിട്ട് ഹോങ്ങ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവൾ പറഞ്ഞ ആക്ടേഴ്സിനെ തന്നെ കൊണ്ടുവരണമെന്ന് അവൾ നിർബന്ധം പിടിക്കും. യുൻസിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലേ, എങ്കിൽ പിന്നെ കോൺട്രാക്ട് അങ്ങ് വേണ്ടാന്ന് വെച്ചാൽ പോരെയെന്ന് ജംഗുവിനെ കാണുമ്പോൾ ഹോങ്ങ ചോദിക്കും. നല്ല റൈറ്റേഴ്സിനെ കിട്ടാനില്ല എന്നാണ് ജംഗു അന്നേരം പറയുന്നത്. എനിക്ക് ജംഗ്സനെ ഇഷ്ടമായിരുന്നു, 4 വർഷം ഞാൻ അവനെ സ്നേഹിച്ചു. ഇപ്പൊ എനിക്ക് പക്ഷെ ഇഷ്ടമൊന്നുമില്ല, ഞാൻ അവനെ സ്നേഹിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചു. ഇയാളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഹോങ്ങ പറയുമ്പോൾ ഇയാൾക്ക് സ്നേഹിക്കുന്നത് നിർത്താൻ പറ്റിയെന്ന് പറയുമ്പോൾ തന്നെ അത് ഫേക്ക് ആയിരുന്നു, ഇയാളുടെ സ്നേഹം സിൻസിയർ അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ലെന്ന് ജംഗു തിരിച്ചു ചോദിക്കും. അച്ഛന് ലീവ് കിട്ടത്തില്ല, അതുകൊണ്ട് ടെസ്റ്റിന്റെ റിസൾട്ട്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാമോ, അമ്മയെ ഒറ്റയ്ക്ക് വിടരുതെന്ന് അച്ഛൻ വിളിച്ചു ചോദിക്കുമ്പോൾ യുൻസു സമ്മതിക്കും. അവള് പോകാനായിട്ട് ഇറങ്ങുന്നതന്നെയാണ് അപ്പോളജി എന്നുള്ള രീതിക്ക് ജംഗ്സൺ അവൾക്ക് ഇഷ്ടമുള്ള ക്യാൻഡി ഒക്കെ പ്രിപ്പയർ ചെയ്ത് അങ്ങോട്ടേക്ക് വരുന്നത്. വാങ്ങിക്കണോ വേണ്ടയോ എന്ന് അവൾ ആദ്യം സംശയിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൾ അത് വാങ്ങിക്കും. ജംഗ്സൺ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കരുത്, ഞാൻ തന്നെ ആ പൈസ എല്ലാം അടച്ചു തീർത്തോളാം എന്ന് ജംഗ്സന്റെ അമ്മ പറയുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് ആ പൈസയൊന്നും തിരിച്ചു വാങ്ങിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ജംഗു പറയും. അപ്പൊ ആ പൈസ തിരിച്ചു വേണ്ടെന്നാണ് അവൻ പറഞ്ഞതെന്ന് അവരനുമാനിക്കും. പിന്നെ ജംഗ്സൺ അത് തിരിച്ചു തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് ഞാൻ പറയത്തില്ല എന്ന് ജംഗു പറയും. ജംഗ്സൺ ജംഗുവിനെ ഒരു ബ്രദറിനെ പോലെയാണ് കാണുന്നത്, തിരിച്ചും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. അവനെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യുൻസു കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ജംഗ്സന്റെ അമ്മ ചോദിക്കുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ എന്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെയായിരുന്നേനെ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ടെന്ന് ജംഗു പറയും. എനിക്ക് നിന്റെയും അമ്മയാകാനായിട്ട് പറ്റും, നിന്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സ് ആകുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണെന്ന് ജംഗ്സന്റെ അമ്മ പറയും. അത് ജംഗു പ്രതീക്ഷിക്കുന്നില്ല. ജംഗ്സന്റെ അമ്മ എത്ര നെയ്വായിട്ടാണ് സംസാരിക്കുന്നത് ആലോചിച്ചിട്ട് അവനത് ഫണ്ണി ആയിട്ട് തോന്നും, അവൻ പൊട്ടിച്ചിരിക്കും. യുൻസു ക്രേസിയാണ്, ഞങ്ങളുടെ ഫാമിലിയെ പറ്റി എല്ലാം പറഞ്ഞിട്ടും അവള് ജംഗ്സനെ ഡേറ്റ് ചെയ്യുകയാണ്. അവളെ ആലോചിച്ച് സമയം കളയരുത്, ഇയാൾ യങ് ആണ്, ഇനിയും ഒരുപാട് പേരെ കണ്ടുമുട്ടും, നല്ലൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടാനായിട്ട് പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിച്ചിട്ടാണ് ജംഗ്സന്റെ അമ്മ പോകുന്നത്. ഫ്രീക്വന്റ് ആയിട്ട് തലവേദന വരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ഡോക്ടർ അമ്മയടുത്ത് ചോദിക്കും. എന്തോ പ്രശ്നമുണ്ടെന്ന് അമ്മയ്ക്കും യുൻസുവിനും മനസ്സിലാവും. അമ്മയ്ക്ക് ബ്രെയിനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ബ്രെയിനിൽ സർജറി ആവശ്യമായിട്ടുണ്ടെന്ന് ഡോക്ടർ അവരോട് പറയും. എത്രയും പെട്ടെന്ന് സർജറിക്കുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യണമെന്ന് യുൻസു പറയുമ്പോൾ അത് പറ്റുമെന്ന് തോന്നുന്നില്ല, അതിനെ പറ്റിയ ഡോക്ടേഴ്സ് ഇപ്പോൾ ഒഴിവില്ല, അതുകൊണ്ട് 3 മാസമെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർ പറയും. അവിടെ വെച്ച് ധൈര്യം സംഭരിച്ചിരുന്ന അമ്മ പുറത്തിറങ്ങുമ്പോൾ പൊട്ടിക്കരയും. യുൻസുവും ഇമോഷണൽ ആവും. അമ്മ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവൾക്കും അറിയത്തില്ല. കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അച്ഛനും തകർന്നു പോകും. 3 മാസം നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെയാണ് അച്ഛന് ടെൻഷൻ. സർജറി നേരത്തെ ആക്കാൻ പറ്റിയ രീതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് യുൻസു അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ കണക്ഷൻസ് ഒന്നും അവൾക്കില്ല. അവള് വെറുതെ അവിടെ ഇരുന്നത് കൊണ്ട് കാര്യങ്ങൾക്കൊന്നും മാറ്റം വരാൻ പോകുന്നില്ല, വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് അമ്മ അവളോട് പറയും. പൂജുൻ സൂജങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ഡിഷ് പ്രിപ്പയർ ചെയ്യാനായിട്ട് തീരുമാനിക്കും. സൂജങ്ങിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് കാണുമ്പോൾ പൂജുവിന് സന്തോഷമാവും, അവൾ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും.
അന്നേരം ഹോങ് അങ്ങോട്ടേക്ക് വരും. ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് സൂചകിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇയാളും കൂടി കഴിക്കാനായിട്ട് ഇരുന്നോളൂ എന്നാണ് സൂചക് പറയുന്നത്. അവള് ഗ്രേസ്ഫുള്ളി അങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഹോങ്ങയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഹോങ്ങയെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ രണ്ടുപേരും കൂടി ഫിഗർ ഔട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ റിലേഷൻ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പൂജുവിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും പൂജുവിനാണെങ്കിൽ ഹോങ്ങയെ നോക്കിയിട്ട് പറയും, ഞങ്ങൾ രണ്ടും കൂടി ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടയ്ക്ക് വന്നത് തീരെ ശരിയായില്ല, ദയവേത് തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് വെളിയിലേക്ക് പോകും. എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? അത്ര പെട്ടെന്ന് എന്നെ മറക്കാനായിട്ട് പറ്റുമോ? സ്നേഹം അങ്ങനെ മാറത്തൊന്നുമില്ല എന്ന് എനിക്കറിയാം. എനിക്ക് ജംഗ്ഷനെ 4 വർഷം ഇഷ്ടമായിരുന്നു. അത് പക്ഷെ അവനെ എനിക്ക് കിട്ടത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അവനെ സ്നേഹിച്ചതാണ്. ഇതിപ്പോ അങ്ങനെയല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇതും അങ്ങനെ തന്നെയാണ്. നിനക്കിപ്പോ തോന്നുന്നത് കോമ്പറ്റീറ്റീവ്നെസ് ആണ്. സൂചകൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്നത്. ഒരിക്കൽ പോലും ആത്മാർത്ഥമായിട്ട് നീ എന്നെ ട്രീറ്റ് ചെയ്തിട്ടില്ല. എപ്പോഴും ബോറടിക്കുമ്പോൾ മാത്രമാണ് എന്നെ ഫോൺ ചെയ്യുവോ അന്വേഷിച്ചു വരുവോ ചെയ്തിട്ടുള്ളതെന്ന് പൂജുൻ പറയും. ഇത് കേൾക്കുന്നുണ്ട് ഹോങ്ങിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വരും. പൂജുൻ എന്നെ പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സ്വഭാവമാണ് പൂജുൻ ഇപ്പോൾ എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും എന്നെ പോലെ ആകരുതെന്ന് പറഞ്ഞിട്ടാണ് ഹോങ്ങ അവിടുന്ന് പോകുന്നത്. ഹോങ്ങയുടെ ഫാമിലിയിലും ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവർ നല്ല ഇൻഫ്ലുവൻഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ പരിചയമുള്ള ആരെങ്കിലും കാണുമെന്ന് മനസ്സിലാക്കിയിട്ട് യുൻസു അവളെ വിളിക്കും, കാര്യങ്ങളൊക്കെ പറയും. ഈ 3 മാസം വെയിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണോ? ഞാൻ വീട്ടിൽ പറയാം, പക്ഷെ ഇത് ജംഗുവിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ജംഗുവിന് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ജംഗുവിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാത്തതെന്ന് ഹോങ്ങ യുൻസുനെ വഴക്ക് പറയും. ഈ ഒരു സമയത്ത് അവനോട് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനായിട്ട് ആഗ്രഹമില്ല എന്നാണ് യുൻസു അവളോട് പറയുന്നത്. കാച്ചിങ്ങിന്റെ കാര്യം സംസാരിക്കാനായിട്ട് ജംഗുവിന്റെ ഓഫീസിലേക്ക് ഹോങ്ങ ചെല്ലും. അതെല്ലാം കഴിയുമ്പോഴത്തേക്കിനും യുൻസുവിന്റെ അമ്മയുടെ കാര്യം അവള് ജംഗുവിന്റെ അടുത്ത് പറയും. സർജറി ഉടനെ ഒന്നും നടത്താൻ പറ്റത്തില്ലെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. 3 മാസം വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. യുൻസു ആകെ വിഷമത്തിലാണ്. നേരത്തെ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് അതിനൊക്കെ കണക്ഷൻസ് ഒന്നും ഇല്ലാന്ന് അവൾ പറയും. ജംഗ്ഷൻ യുൻസുവിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് ഇതുപോലെ വയ്യെന്നും ഓപ്പറേഷൻ നേരത്തെ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അന്വേഷിച്ച് യുൻസു പോയേക്കുവാണെന്നും ക്യുങ് പറയും. അന്നേരമാണ് അതൊക്കെ ജംഗ്ഷൻ അറിയുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് അവൻ അവിടെ നിന്ന് യുൻസു വരുമ്പോഴത്തേക്കും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. എന്തുകൊണ്ടാണ് അമ്മയുടെ അസുഖം എന്നോട് പറയാതിരുന്നതെന്ന് അവൾ വരുമ്പോൾ ചോദിക്കും. ഞാനത് പറയാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു, അല്ലെങ്കിൽ തന്നെ പറഞ്ഞു ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചു എന്ന് അവൾ പറയും. എന്നാലും എന്നോട് പറയാതിരുന്നു എന്ന് അവൻ വീണ്ടും പറയുമ്പോൾ എന്നോട് പറയാത്ത പല കാര്യങ്ങളും ഇയാൾക്കും ഇല്ലേ? ഞാനിപ്പോ ഇത് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാനുള്ള ഒരു മൂഡിലല്ല എന്ന് അവൾ പറയും. ജംഗു നേരിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന കാര്യങ്ങൾ അന്വേഷിക്കും. സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ ലോങ് ലീവിന് പോയേക്കുമായിരുന്നു. ആ ഡോക്ടർ തിരിച്ച് ഉടനെ തന്നെ ജോയിൻ ചെയ്യുമെന്ന് അവിടുന്ന് പറയും. ആ ഡോക്ടർക്ക് ഈ സർജറി പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്ത ദിവസത്തേക്ക് സർജറി ഫിക്സ് ചെയ്യണം, അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ജംഗു ചോദിക്കും. ഹോസ്പിറ്റലിൽ നിന്ന് അത് സമ്മതിക്കും. ഒരുപാട് ആലോചിച്ചതിന് ശേഷം ജംഗ്ഷൻ അച്ഛനെ കാണാനായിട്ട് ചെല്ലും. അച്ഛൻ ഡെന്റിസ്റ്റ് ആണല്ലോ. പരിചയമുള്ള ന്യൂറോ സർജൻസ് ആരെങ്കിലും ഉണ്ടോ, എനിക്ക് ഫോൺ നമ്പർ തരാമോ എന്ന് ചോദിക്കും. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഗേൾഫ്രണ്ടിന്റെ അമ്മയ്ക്ക് വയ്യ, എത്രയും പെട്ടെന്ന് സർജറി നടത്തണം, അതിന് വേണ്ടിയിട്ടാണെന്ന് അവൻ പറയും. നിനക്ക് ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ടോ? നീ യങ് ആണ്, ഇപ്പൊ കല്യാണം കഴിക്കേണ്ട പ്രായമൊന്നുമല്ല. നീ ഡേറ്റ് ചെയ്യുന്നതല്ലേ ഉള്ളൂ, ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കിനും ഇതിപ്പോ കല്യാണത്തിന്റെ വിഷയമൊന്നുമല്ല, ഞാനൊരു സഹായം ചോദിച്ചു വന്നതാണ്, അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കും. ആ പെൺകുട്ടി നിന്റെ ഗേൾഫ്രണ്ട് മാത്രമാണ്, നീ അതിനെ കല്യാണം കഴിക്കുന്ന യാതൊരു ഉറപ്പുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനത്തെ ഹെൽപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അച്ഛൻ അവനോട് പറയുന്നത്. അങ്ങനെ യുൻസുവിന്റെ അമ്മയുടെ സർജറി അടുത്ത ദിവസത്തേക്ക് തന്നെ ഫിക്സ് ചെയ്യും. അവർക്ക് VIP റൂമാണ് ജംഗു റെഡിയാക്കി കൊടുക്കുന്നത്. എനിക്ക് താങ്ക്സ് പറയണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സിട്രിൻ ബി പ്രിപ്പയർ ചെയ്ത് തന്നാൽ മതി എന്ന് അവൻ കളിയായിട്ട് അമ്മയടുത്ത് പറയുന്നുണ്ട്. സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തു എന്ന് അറിഞ്ഞ് യുൻസുവും അനിയത്തിയും ഹോസ്പിറ്റലിലേക്ക് വരും. VIP റൂമിലാണെന്ന് കാണുമ്പോഴത്തേക്കും അവരാകെ അതിശയിക്കും. അകത്തേക്ക് ചെല്ലുന്ന തന്നെ ജംഗു അവിടെ നിൽക്കുന്ന കാണുമ്പോൾ അവൾക്ക് കാര്യം മനസ്സിലാവും. അവൾ ഓടി പുറകെ ചെന്നിട്ട് അവനോട് താങ്ക്സ് പറയും. ഇയാൾ എന്നോട് എപ്പോഴും താങ്ക്സും സോറിയും മാത്രമാണ് പറയുന്നത്, അമ്മയെ നല്ലതുപോലെ ശ്രദ്ധിച്ചോണം, ഒരു സർജറിയും ചെറിയ സർജറി അല്ല, നന്നായിട്ട് കെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. VIP റൂം ആയതുകൊണ്ട് തന്നെ അതിന്റെ റെന്റ് കൂടുതലായിരിക്കും, നമുക്ക് വേറൊരു റൂമിലേക്ക് മാറാമെന്ന് തിരിച്ചു വരുന്നതന്നെ യുൻസു പറയും. അത് ജംഗുവിന് ഒഫൻസീവായിട്ട് തോന്നും. സാരമില്ല, റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ യാത്ര പോകാൻ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഇതിന്റെ റെന്റ് അടയ്ക്കാമെന്ന് അച്ഛൻ പറയും. അന്ന് രാത്രിയിൽ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ക്യുങ്ങും ജംഗ്ഷനും കൂടിയാണ് വരുന്നത്. അവൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ അവനോട് താങ്ക്സ് ഒക്കെ പറയും. പിറ്റേ ദിവസം അമ്മയുടെ സർജറിയാണ്. ജംഗ്ഷൻ രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും കൂടി കഴിക്കാനുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവനെക്കാട്ടിൽ കുറച്ചു മുമ്പേ ജംഗു ആ റൂമിലേക്ക് കയറി പോകുന്നത് കാണും. അവൻ ചെന്ന് നോക്കുമ്പോഴത്തേക്കിനും അവരിൽ ഒരാളെ പോലെ എല്ലാവരും സന്തോഷത്തോടെ ജംഗുവിനെ വെൽക്കം ചെയ്യുന്നതാണ് കാണുന്നത്. അത് കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അവൻ അവിടെ തന്നെ നിൽക്കും, അകത്തേക്ക് കയറത്തില്ല.
ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുഡൊക്കെ കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് അവൻ വോയിസ് ഓവറിൽ പറയുന്നുണ്ട്. അകത്തേക്ക് കയറാതെ സങ്കടത്തോടെ അവരെ എല്ലാം കൂടെ നോക്കി റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ജംഗ്ഷൻ നിൽക്കും.